10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സെമിനാരിൽ ചേരാനുള്ള ആഗ്രഹം വികാരിച്ചോണ്ട് പറയുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലൊരു ഡൊമിനിക്കൻ പ്രീസ്റ്റ് എത്തി. അച്ഛൻ്റെ സഭയിലേക്ക് തന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. അന്ന് ഡാഡി ഉണ്ട്. അപ്പോൾ പഠിക്കേണ്ട സെമിനാരി ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു. സ്റ്റഡീസ് മുഴുവൻ ബാംഗ്ലൂരായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഡാഡി പറഞ്ഞു, എൻ്റെ മകനെ അത്ര ദൂരത്തേക്ക് വിടാൻ എനിക്ക് ആഗ്രഹമില്ല, അടുത്ത ഏതെങ്കിലും സെമിനാരിലേക്ക് വിട്ടേക്കാം. ഒരു 5-6 വർഷം മുമ്പ് ആഫ്രിക്കൻ മിഷനിൽ പോയി ജോലി എടുക്കണമെന്നൊരാഗ്രഹം വീട്ടിൽ പറഞ്ഞു. ഉടനെ മമ്മിക്ക് സങ്കടമായി. മമ്മി പറഞ്ഞു, എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്, നീ ദൂരത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടുകാർക്ക് നമ്മളോട് ഒരു 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 സെൽഫിഷായിട്ടുള്ള സ്നേഹമുണ്ട്. മക്കൾ അടുത്തുണ്ടാവണം, മക്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്, അപകടം ഉണ്ടാവരുത് എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഇൻറ്റിമസി ഉണ്ട്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോയെ കാണാൻ വേണ്ടി ഈശോയുടെ ഫാമിലി പുറത്ത് നിൽക്കുകയാണ്. ഇവരെന്തിനാ വന്നേ? ഇവർ വന്നത് ഈശോയെ പിടിച്ചുകൊണ്ട് പോകാനാണ്. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറയാം. ജോലിക്ക് പോകുന്നില്ല, നേരെയോ ഭക്ഷണം കഴിക്കുന്നില്ല, അധികാലോട് വഴക്കടിക്കുന്നു. അപ്പോൾ ഈശോയുടെ ജീവൻ അപകടത്തിലാണ്, ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഈശോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ പുറത്ത് നിന്നിട്ട് പറയാം, വാ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഈശോയെ പുറത്തേക്ക് വിളിക്കുക, വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞാൽ, ഈശോ അകത്തിരിക്കുക. അകത്ത് ഈശോക്ക് വേറെ പുതിയ ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ പ്രത്യേകത എന്താണ്? ആ ഫാമിലിയുടെ പ്രത്യേകത അവിടെ ദൈവത്തിനാണ് ഇമ്പോർട്ടൻസ്, ദൈവത്തിനാണ് പ്രയോറിറ്റി. മനുഷ്യരുടെ ഇഷ്ടത്തെക്കാൾ, മനുഷ്യരുടെ താല്പര്യത്തെക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും വചനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന പുതിയ ഫാമിലിയിലേക്ക് ഈശോ തൻ്റെ നാച്ചുറൽ ഫാമിലിയെ ക്ഷണിക്കുകയാണ്. യു കം ഇൻസൈഡ്, നിങ്ങളകത്തോട്ട് വാ, ഞാൻ പുറത്തോട്ടല്ല വരുന്നത്, നിങ്ങളകത്തോട്ട് വാ. ഇതാണ് ഈശോയുടെ ഇൻവിറ്റേഷൻ. ദൈവത്തോടുള്ള ഇൻറ്റിമസി ഈശോ റിവീൽ ചെയ്യാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കലാണ് ഈ പുതിയ ഫാമിലിയുടെ പ്രയോറിറ്റി.